സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പറദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുൻപാകെ നിൽക്കുവാൻ തന്ന വൻ ഭാഗ്യത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, ഈ വീഡിയോയിൽ മാർത്തയും മറിയയും എന്ന ആ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അല്പമൊന്ന് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗദാത ഈ വീഡിയോ കാണുന്ന ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഒരു ഗാനം ആലപിക്കുകയാണ്. നന്ദി നന്ദി എൻ ദൈവമേ, ചമച്ചതിനായെന്നെ ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം എനിക്കായി സമൃദ്ധമായ അനുദിനമെന്നും ഏകുന്നതായി. ഒരു തിരുവചന ഭാഗം വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:41-42. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ലാതെ ഒന്നു മതി. മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. പ്രിയരെ, ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു മരച്ചോട്ടിൽ തൻ്റെ ശിഷ്യന്മാരുമായി ഇരുന്ന വേദപ്രസംഗം നടത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പുഴയുടെ അക്കരയിൽ നിന്നും ഒരു പെൺകുട്ടി വഞ്ചിയിൽ ഇക്കരെ വന്ന പാല് കൊടുക്കുവാനായിട്ട് പോവുകയാണ്. അവളുടെ ഉപജീവന മാർഗമായിരുന്നു അവളുടെ കുടുംബത്തിലെ ആ ചെറിയ പെൺകുട്ടി പാലും കുപ്പികളുമായി പോകുന്ന വഴിക്ക് ഈ പണ്ഡിതൻ്റെ പ്രസംഗം കേട്ടു. പണ്ഡിതൻ പറയുകയാണ്, ജീവിതമാകുന്ന സമുദ്രത്തിലൂടെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ശ്രീലാളിതരായി നടന്നു നീങ്ങുവാൻ സാധിക്കുമെന്ന ഈ പ്രസംഗം കേട്ട പെൺകുട്ടി മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും അഗാധമായി ചിന്തിക്കാതെ സമുദ്രത്തിലൂടെ വിശ്വസിച്ചാൽ നടന്നു നീങ്ങുമെന്ന വാക്യം മാത്രം കേട്ടുകൊണ്ട് അവൾ തിരിച്ചു വന്നപ്പോൾ, സമുദ്രത്തിലൂടെ നീങ്ങാമെങ്കിൽ പുഴയിലൂടെ എത്ര അധികം എന്ന് വിചാരിച്ച് പുഴയിലൂടെ അവൾ നടന്ന് അക്കരെ എത്തിച്ചേർന്നു. ഇത് കണ്ടവരെല്ലാം ആശ്ചര്യത്തോടെ നിന്നു. പണ്ഡിതനും ശിഷ്യന്മാരും ഈ വിവരമറിഞ്ഞ് ഓടിയെത്തി അവർ പുഴയിലൂടെ നടന്ന് നീങ്ങുവാൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ മുങ്ങിപ്പോവുക തന്നെ ചെയ്തു. ആ ബാലിക ഉറച്ച വിശ്വാസത്തോടെയാണ് നടന്നു നീങ്ങിയത്. പ്രിയരെ, ഇതൊരു കഥയാണെങ്കിലും നമ്മിൽ പലരുടെയും, പല വിശ്വാസികളുടെയും വിശ്വാസം ഇത്തരത്തിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ മാർത്തയെയും മറിയയെയും നോക്കുക. പ്രിയരെ, തങ്ങളുടെ സഹോദരൻ മരിച്ച ശേഷം 4-ാം നാൾ യേശുനാഥൻ ബഥനിയ ഗ്രാമത്തിൽ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുനാഥനെ എതിരേൽക്കാൻ മാർത്ത വന്നെങ്കിലും വാചാലയായി കുറേ കാര്യങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ, മാർത്തയ്ക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ലെന്ന് ആ കുഴിമാടത്തിൽ വന്ന് കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ മാർത്ത പറയുകയാണ്, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന്.
ഒരു കുഴിമാടത്തിൽ യേശു വന്ന കല്ല് നീക്കുവൻ എന്ന് പറഞ്ഞപ്പോഴെങ്കിലും മാർത്തയ്ക്ക് ചില അത്ഭുതം കാണുമെന്നുള്ള വിശ്വാസത്താൽ നിൽക്കാമായിരുന്നു. എന്നാൽ മാർത്തയുടെ ഉള്ളിലെ വിശ്വാസം വളരെ പരിമിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ ഒരിക്കൽ അവരുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ യേശുനാഥനെ സൽക്കരിക്കാൻ വേണ്ട എല്ലാം മാർത്ത ഒരുക്കുന്നുണ്ട്. എന്നാൽ മറിയയാകട്ടെ യേശുവിൻ്റെ കാൽക്കലിരുന്ന അവിടുത്തെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ കേൾക്കുകയാണ്. മറിയയ്ക്ക് ആ വചനം കേൾക്കാതെ മാറി നിൽക്കുവാൻ സാധിച്ചില്ല. യേശുനാഥൻ മാർത്തയോട് തന്നെ സഹായിക്കുവാൻ മറിയയെ വിടണമെന്ന് പറഞ്ഞ മാർത്തയോട് യേശു പറയുന്നുണ്ട്, മാർത്തേ മാർത്തേ, നീ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അത് അവളിൽ നിന്ന് എടുത്തു കളയപ്പെടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, മാർത്തയ്ക്ക് പിന്നാലെ മറിയയും വന്ന് മാർത്ത പറഞ്ഞതുപോലെ, കർത്താവേ, അങ്ങയോട് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം യാതൊന്നും സംസാരിക്കാതെ മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ മറിയയെ എഴുന്നേൽപ്പിച്ച് മറിയ കരയുന്നതും യഹൂദന്മാർ കരയുന്നതും കണ്ട് അത് ആ കല്ലറയിലേക്ക് ചെന്ന് ലാസറെ ഉയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വിഷമം തന്നെ. മാർത്ത അല്പം അവിശ്വാസം കാണിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ, തൻ്റെ സഹോദരൻ്റെ ഉയർപ്പോടെ മാർത്തയും അടിയുറച്ച വിശ്വാസത്താൽ ജീവിക്കുകയും പിന്നീട് ഒരു വിശുദ്ധയായി മാറിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നാനപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിൽ കടന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന പലരും ഇതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമെങ്കിലും ഒരു ദുർഘട സന്ധി വരുമ്പോൾ പലരും പതറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഉറച്ച വിശ്വാസത്താൽ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോക ജീവിതത്തെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, യഹോവയാം നമ്മുടെ ദൈവം, നമുക്ക് വേണ്ടി മരിച്ച യേശുനാഥൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവം സകലതും തക്ക സമയത്ത് നമുക്ക് തരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ജീവിത വ്യഗ്രതയിൽ ഓടി മറിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം പോലും മാറ്റിവയ്ക്കാൻ സാധ്യമല്ലാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നോർക്കുക, ആവശ്യമുള്ളത് നമ്മുടെ യേശുനാഥൻ പറഞ്ഞു, ഒന്നു മാത്രമേ വേണ്ടൂ. മറിയ തിരുവചനം ശ്രവിക്കുവാൻ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നതുപോലെ യേശുവിനെ ധ്യാനിച്ച് തിരുവചനം ധ്യാനിച്ച് ശക്തിപ്പെടുക, ജീവിക്കുക മാത്രമാണ് ഏറ്റവും നല്ല ജീവിത രീതി. നമുക്ക് സർവ നന്മകളും ഈ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഏക മാർഗം പ്രിയപ്പെട്ടവരെ, പലവിധ ദുഃഖങ്ങളിലൂടെയും കെടുതികളിലെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഒരു നിമിഷം നിൽക്കൂ. യേശുവിനെ ഒന്ന് രക്ഷകനായി സ്വീകരിക്കൂ. അവിടുന്ന് കാൽവരിയിൽ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടി കൂടി രക്തം ചിന്തി നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞ് സ്വർഗരാജ്യത്തിൽ നിങ്ങളെയും ആക്കി വച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിലെ നന്മകൾ അനുഭവിക്കാൻ വേണ്ടി നിങ്ങളും തയ്യാറെടുക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തിരുവചനങ്ങൾ, വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിലെ വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയരെ
സ്വർഗീയാനന്ദം അനുഭവിക്കാം. പരന്താതനേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാൻ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന നമ്മെ അവിടുത്തെ രക്തത്താൽ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർത്ത അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.